കേരള തീരത്ത് എവിടെ വേണമെങ്കിലും കണ്ടെയ്നറുകൾ വന്നെത്താൻ സാധ്യതയുണ്ട് എന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ കിരൺ. അതായത് തൃശ്ശൂർ, കൊച്ചി, ആലപ്പുഴ തീരത്ത് കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ 3 തീരങ്ങളിലും, അതായത് തൃശ്ശൂർ, അതേപോലെ തന്നെ കൊച്ചി, ആലപ്പുഴ, ഈ 3 തീരപ്രദേശങ്ങളിലും ഈ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ തന്നെയല്ലേ കിരൺ? ഇപ്പോൾ ഈ അപകടം സംബന്ധിച്ച് നാവികസേനയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നേവിയുടെ ഒരു കപ്പലും കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. കൂടാതെ തന്നെ ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള കപ്പലിന് സമീപത്തായിട്ട് ഈ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനങ്ങളും രംഗത്തുണ്ട്. ഇത് കടലിലേക്ക് ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള സാധനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് നേവി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള 21 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ ഉടനെ തന്നെ ആശുപത്രികളിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നേവിയും കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ കൊച്ചിൻ പോർട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോർട്ടിൽ നിന്ന് ടഗുകൾ ഈ കപ്പലിന് സമീപത്തേക്ക് ഏതായാലും പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് സംയുക്തമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഈ പുറംകടലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിനോദ്, അതെ, MSC എൽസ എന്ന് പറയുന്ന കപ്പലാണ്, പടുകൂറ്റൻ കപ്പലാണ് അപകടത്തിൽ പെട്ടത്. എന്തായാലും ഇതിൽ 24 പേരിൽ 21 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. MSC എൽസ 3 എന്നുള്ള കപ്പൽ 184 മീറ്റർ നീളമുള്ള വലിയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ടെയ്നറുകളുമായി യാത്രയായ കപ്പൽ നടുക്കടലിൽ അപകടത്തിൽപ്പെടുന്നു. പക്ഷേ നമ്മുടെ തീരദേശ സേനയ്ക്കും വ്യോമസേനയ്ക്കും അതേപോലെ തന്നെ നാവികസേനയ്ക്കും ഒക്കെ കൃത്യമായി അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞു. രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിരിക്കുന്നു.